ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ അടിസ്ഥാന പാഠാവലിയിലെ ആൻസറൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഹിന്ദിയുടെയും മാത്സിൻ്റെയും അതുപോലെ ഇംഗ്ലീഷിൻ്റെയും ആൻസർ കീ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രവർത്തനം നോക്കാം. വായിക്കാം, എഴുതാം. കളി നിയമങ്ങൾ. ഇതൊരു പുതിയ കളിയാണ്. കളി നിയമങ്ങൾ പറയാം. മുതിർന്ന കുട്ടി ചുറ്റും നിൽക്കുന്നവരോട് പറഞ്ഞു. അവർ ആകാംക്ഷയോടെ കാതു കൂർപ്പിച്ചു. അവൻ തുടർന്നു. എല്ലാവരും വട്ടത്തിൽ നിൽക്കണം. ഒരാൾ മുത്തശ്ശിയോ മുത്തശ്ശനോ ആവണം. മുത്തശ്ശിയെ അല്ലെങ്കിൽ മുത്തശ്ശനെ കളത്തിന് നടുവിൽ ഇരുത്തണം. ഒരു കുട്ടി ചോദ്യക്കാരനാവണം. ചോദ്യക്കാരൻ വട്ടത്തിൽ നടന്ന് എല്ലാവരോടുമായി ഇങ്ങനെ ചോദിക്കണം. കണ്ടോ കണ്ടോ മുത്തശ്ശിയെ? ഉത്തരം: കണ്ടില്ല, ഞങ്ങൾ കണ്ടില്ല. ചോദ്യം പലതവണ ആവർത്തിക്കുന്നു. ഒടുവിൽ കണ്ടു കണ്ടു മുത്തശ്ശിയെ എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി എണീറ്റ് നിൽക്കണം. ഒരാൾ വന്ന് മുത്തശ്ശിയെ കൈപിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കണം. മറ്റുള്ളവർ തടയണം. അവർ കൂട്ടത്തോടെ വിട്ടുതരില്ല മുത്തശ്ശിയെ എന്ന് പറയണം. വഴി കൊടുക്കാതിരിക്കാൻ എല്ലാവരും കൂടി കൈ കോർത്ത് പിടിച്ച് നിൽക്കണം. ഒരു സംശയം: മുത്തശ്ശിയെ എങ്ങോട്ടാണ് കൊണ്ടുപോകാൻ ശ്രമിച്ചത്? ഒരു കുട്ടി ചോദിച്ചു. വൃദ്ധസദനത്തിലേക്ക്. ഈ കളിയുടെ പേരും അതുതന്നെ, മുതിർന്ന കുട്ടി പറഞ്ഞു. അവർ കളി തുടങ്ങി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എല്ലാ കളികൾക്കും ഇത് ബാധകമാണ്. ഏതാണ്? കളി നിയമങ്ങൾ. ബി ക്വസ്റ്റ്യൻ: ചോദ്യക്കാരൻ എങ്ങനെ നടന്നാണ് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? വട്ടത്തിൽ നടന്ന്. സി നോക്കുക. ചോദ്യം ആവർത്തിച്ച ശേഷം പറയേണ്ട മറുപടി എന്താണ്? കണ്ടു കണ്ടു മുത്തശ്ശിയെ. അടുത്ത ക്വസ്റ്റ്യൻ: കഥയിലൂടെ പങ്കുവയ്ക്കുന്ന ആശയം. വാർദ്ധക്യം ബാധിച്ചവർ അവഗണിക്കപ്പെടുന്നു. അടുത്തതൊരു വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. പ്രകൃതിയുടെ സ്നേഹസ്പർശം നമുക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് വേഗമുറങ്ങൂ എന്ന കവിതയിൽ പഠിച്ചല്ലോ. താഴെ കൊടുത്തിരിക്കുന്ന കവിതാഭാഗവും വേഗമുറങ്ങൂ എന്ന കവിതയിലെ ആശയവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ തെന്നലിൽ കുഞ്ഞ് എന്ന കവിതയുടെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ആൻസർ നോക്കാം. പ്രിയ കവി സച്ചിദാനന്ദൻ്റെ മനോഹരമായ കവിതയാണ് വേഗമുറങ്ങൂ. ഈ കവിതയിൽ മകളോട് വേഗം ഉറങ്ങാൻ പറയുകയാണ്. അതുപോലെ തന്നെ തെന്നലിൽ കുഞ്ഞ് എന്ന കവിതയിലും ഉണ്ണിയോട് ഉറങ്ങാൻ പറയുകയാണ്. ഈ രണ്ട് കവിതകളും താരാട്ട് പാട്ടാണ്. നിങ്ങൾ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കാം കേട്ടോ. വേഗമുറങ്ങൂ എന്ന കവിതയിലും തെന്നലിൽ കുഞ്ഞ് എന്ന കവിതയിലും പ്രകൃതിയെ വളരെ സുന്ദരമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അമ്മയുടെ സ്നേഹം പോലെയാണ് നിലാവ്. അത് പ്രകൃതിയിൽ നിറഞ്ഞൊഴുകുന്നതാണ് എന്ന് വേഗമുറങ്ങൂ എന്ന കവിതയിൽ സച്ചിദാനന്ദൻ വർണ്ണിച്ചപ്പോൾ, കാറ്റു വന്നു തൊട്ടിലാട്ടുന്നു എന്ന പ്രയോഗത്തിലൂടെ തെന്നലിൽ കുഞ്ഞ് എന്ന കവിതയിലെ പ്രകൃതി മനോഹാരിത നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. രാത്രിയുടെ ഭംഗിയെ വളരെ മനോഹരമായാണ് രണ്ട് കവിതകളിലും വർണ്ണിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇത് വളരെ ചെറുതാക്കിയിട്ട് എഴുതിയതാണ് കേട്ടോ. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് എഴുതിയെടുക്കാം. ഓക്കെ. അപ്പം ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബി ക്വസ്റ്റ്യൻ നോക്കാം. പിച്ച് വെച്ചു പിരണ്ടോടി വീണി ടച്ചിനെ നോക്കി കണ്ണീർ പൊഴിഞ്ഞു. ആർക്കാണ് കണ്ണീർ പൊഴിഞ്ഞത്? കുഞ്ഞുമോനാണ് അല്ലേ? അടുത്തത് ഒരു സംഭാഷണമാണ്. അനാഥ കുഞ്ഞുങ്ങളെപ്പോലെ തെങ്ങിൻ തോപ്പിൽ വീണ് കിടന്നിരുന്ന തേങ്ങകളെല്ലാം തേങ്ങാപ്പുരയിലേക്ക് പെറുക്കിയിടുന്ന അക്കമ്മയെ സംഗീത ചേച്ചിയാണ് ആദ്യം കണ്ടത്. സംഗീത ചേച്ചിയും അക്കമ്മയും തമ്മിൽ സംസാരിച്ചിരുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞത്. ഇനി ആൻസർ നോക്കിയാലോ? ഈ സ്ക്രീൻ ഒന്ന് ചെറുതായിട്ട് തിരിഞ്ഞു പോയിട്ടുണ്ട്. കുഴപ്പമില്ല, ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം കേട്ടോ. നിങ്ങൾ ഫോണ് കറക്റ്റ് ചെയ്ത് പിടിച്ചാലും മതി. ആദ്യം സംഗീത പറയും, അക്കമ്മ നീ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അക്കമ്മ പറയും, എന്ത് പറ്റി ചേച്ചി? ഞാൻ ഈ തേങ്ങ പെറുക്കി കൂട്ടുകയാണ്. അപ്പോൾ സംഗീത പറയും, നിനക്ക് ഭ്രാന്താണോ? എന്തിനാ ആവശ്യമില്ലാത്ത ജോലികൾ ചെയ്യുന്നത്? അപ്പോൾ അക്കമ്മ പറയും, തേങ്ങ പെറുക്കി കൂട്ടുന്നത് നല്ല കാര്യമല്ലേ ചേച്ചി? അപ്പോൾ സംഗീത പറയും, ഇവിടെ ആരും ഇതൊന്നും ചെയ്യാറില്ല. അപ്പോൾ അക്കമ്മ പറയും, സാരമില്ല, ഇനി ഇതെല്ലാം ചെയ്യാൻ ഞാനുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? അപ്പോൾ അത് നിങ്ങളുടെ രീതിയിൽ മാറ്റി എഴുതാം. ഓക്കെ, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻ വർണ്ണനയാണ്. നിങ്ങൾക്കുണ്ടായ മഴയനുഭവം വർണ്ണിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഓക്കെ. മഴക്കാലം എനിക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. പുതിയ കുടയെടുത്ത് ഞാനും കൂട്ടുകാരും പാടത്ത് പോയി ചേട്ടന്മാർ മീൻ പിടിക്കുന്നത് നോക്കി നിൽക്കും. പിന്നീട് പല നിറത്തിലുള്ള കടലാസ് തോണികൾ നിർമ്മിച്ച് വെള്ളത്തിൽ ഒഴുക്കിവിടും.
ഒരു ദിവസം കുട എടുക്കാതെ മഴയിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും കുളിച്ചു. ഇത് കണ്ട അമ്മ എന്നെ വീട്ടിൽ കൊണ്ടുപോയി ഒരുപാട് അടി തന്നു. ഓക്കെ, ഇതാണ് ഒരു മഴ അനുഭവം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഉപന്യാസം എഴുതാനാണ്. അത് നമുക്ക് അവസാനം കാണിക്കാം. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. കിനാവ് എന്ന പദത്തിന് പകരം പദം സ്വപ്നമാണ് കേട്ടോ. അടുത്തത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇവിടെ ജി ശങ്കരക്കുറുപ്പിൻ്റെ കൊച്ചു നക്ഷത്രം എന്ന കവിത തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ആസ്വാദനം തയ്യാറാക്കാം. അപ്പോൾ ആദ്യം അതിന് എന്തൊക്കെ വേണം? അതിനൊരു ഹെഡിങ് വേണം, കവി പരിചയം വേണം, കവിത പരിചയം വേണം, പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട 2 വരികൾ എടുത്തെഴുതണം അല്ലേ? പിന്നെ നമുക്ക് ആൻസർ നോക്കാം. കൊച്ചു നക്ഷത്രം എന്ന് ഹെഡിങ് കൊടുക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ സ്ക്രീനിന് എന്തോ സംഭവിച്ചതാണ്. നമുക്ക് ആൻസർ നോക്കാം. പ്രശസ്ത കവി ജി ശങ്കരക്കുറുപ്പിൻ്റെ മനോഹരമായ കവിതയാണ് കൊച്ചു നക്ഷത്രം. നക്ഷത്രം എങ്ങനെയാണ് ആകാശത്തെത്തിയത് എന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ. വാശി പിടിച്ചിട്ടോ തട്ടിമറിച്ചിട്ടോ അമ്മ മച്ചിലിരുത്തിയതാണോ എന്ന് കുട്ടി ചോദിക്കുന്നു. താഴേക്ക് ഇറങ്ങാൻ ആഗ്രഹമില്ലേ എന്നും വീഴാതെ ഇറങ്ങുവാൻ കഴിയുമോ എന്നും കുട്ടി ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഉയരമില്ലാത്ത കുട്ടി തൻ്റെ ചെറിയ കൈകൾ ഉയർത്തി നിൽക്കുകയല്ലാതെ എന്തു ചെയ്യാൻ പറ്റും എന്നും ചോദിക്കുന്നു. കൊച്ചു നക്ഷത്രമേ, നിന്നെയാരാ മച്ചിലിരുത്തിയത് അമ്മയാണോ എന്ന കുട്ടിയുടെ നിഷ്കളങ്കമായ ചോദ്യം കവിതയ്ക്ക് പ്രത്യേക ഭംഗി നൽകുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, നിങ്ങൾ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആരോ കരയുന്നത് കേട്ടു നട്ടപ്പാതിരയ്ക്ക് അവൾ നടുങ്ങിയുണർന്നു. ആരുടെ കരച്ചിൽ കേട്ടാണ് അക്കമ്മ ഉണർന്നത്? മഴയുടെയാണല്ലേ? ഓക്കെ, മഴയുടെ കരച്ചിൽ കേട്ടാണ് അക്കമ്മ ഉണർന്നത്. ഇനി നമുക്ക് ഉപന്യാസം നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം. തേങ്ങ എന്ന കഥയിൽ പണിയെടുക്കാനായി അപ്പനും അമ്മയും പറഞ്ഞയച്ച അക്കമ്മയെ പരിചയപ്പെട്ടല്ലോ. ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയിൽ അധ്വാനത്തിൻ്റെ ഫലമായി ദേഹത്തുപ്പുനാറുന്ന അച്ഛനെയും നമ്മൾ കണ്ടു. 2 പേരും അവരുടെ ജോലികൾ വളരെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി അധ്വാനത്തിൻ്റെ മഹത്വം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പോയിൻ്റ് പറയാം. വളരെ ചെറിയ പ്രായത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്ന ഒരു ബാലികയുടെ കഥയാണ് തേങ്ങ. അതുപോലെ വളരെ കഷ്ടപ്പാടിലൂടെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു അച്ഛനെക്കുറിച്ചാണ് പ്രാർത്ഥനാ നാളം എന്ന കവിതയിൽ പറയുന്നത്. 2 പേരും തങ്ങളാൽ കഴിയും വിധം ജോലി ചെയ്യുകയാണ്. അച്ഛനും അക്കമ്മയും സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണ് അധ്വാനിക്കാൻ തയ്യാറാവുന്നത്. എല്ല് മുറിയെ പണി ചെയ്താൽ പല്ല് മുറിയെ തിന്നാം എന്ന പഴഞ്ചൊല്ല് നമുക്ക് വളരെ പരിചിതമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടാൽ നന്നായി ജീവിക്കാം എന്നതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. ഇനി നിങ്ങൾക്ക് ചേർക്കാൻ പറ്റിയ കുറച്ച് പോയിൻറ്റും കൂടെ ചേർത്തിട്ട് വേണം എഴുതാൻ. ഓക്കെ, അതുപോലെ ഉപന്യാസം എഴുതുമ്പോൾ നമ്മൾ പാരഗ്രാഫായി തരംതിരിച്ച് വേണം എഴുതാൻ. മനസ്സിലായല്ലോ? ഇപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളത് കൂട്ടി യോജിപ്പിച്ച് വളരെ നല്ല രീതിയിൽ എഴുതണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അടിസ്ഥാന പാഠാവലിയുടെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോറി, ഞാൻ പ്രാർത്ഥനാ നാളെന്നാണ് പറഞ്ഞത്. ഊഞ്ഞാൽപ്പാട്ട് എന്ന കവിതയാണ് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. കവിതയുടെ പേര് ഊഞ്ഞാൽപ്പാട്ടാണ്, പ്രാർത്ഥനാ നാളല്ല. അതൊന്ന് ശ്രദ്ധിച്ച് തെറ്റ് തിരുത്തി എഴുതണം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അപ്ഡേറ്റ് ചെയ്യാം. ബൈ.